ഒരു ബോട്ടിൽ സെൻറ്റർ ഫ്രൂട്ടിൻ്റെ ബബിൾ കം. ഓരോ ബബിൾ കത്തിൽ നിന്നും അതിൻ്റെ ലിക്വിഡ് നമ്മൾ ഗ്ലാസ്സിനകത്തോട്ട് മാറ്റാൻ പോവുകയാണ്. അത് എത്രത്തോളം വരുമെന്ന് നമുക്ക് നോക്കാം. നേരെ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് അടുത്തുള്ളൊരു കടയിലോട്ട് പോയി. കുറേ കടയിൽ കയറി ഞാൻ സെൻറ്റർ ഫ്രൂട്ടിൻ്റെ ബബിൾ കം ചോദിച്ചെങ്കിലും പകുതി കൂടുതലും കാലിയായ ബോട്ടിലാട്ടോ അവിടെ ഇരുന്നത്. ഒരു കടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഭാഗ്യത്തിന് ഒരു ബോട്ടിൽ ഫുള്ള് ബബിൾ കം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് ഞാൻ നേരെ ഇപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. അധികം താമസിക്കാതെ തന്നെ വണ്ടി കൊണ്ട് വീട്ടിലെത്തിയിട്ട് നേരെ പരിപാടി അങ്ങ് തുടങ്ങി. നമ്മുടെ ബബിൾ കത്തിൻ്റെ മണ്ടയിലത്തെ അടപ്പവും അങ്ങ് എടുത്തിട്ട് മണ്ടയിലത്തെ കവറും കൂടെ അങ്ങ് എടുത്ത് കളഞ്ഞേ. ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ. അങ്ങനെ ഈ ഗ്ലാസ്സിനകത്തോട്ടാണ് ഈ ലിക്വിഡ് നമ്മൾ ആക്കാനായിട്ട് പോകുന്നത്. ആദ്യം അങ്ങനെ ഒരു ബബിൾ കത്തിൻ്റെ ലിക്വിഡ് ഒഴിച്ചു, രണ്ടാമത്തെ ബബിൾ കത്തിൻ്റെ ലിക്വിഡും കൂടെ ഒഴിച്ചു. 2 ബബിൾക്ക് ഒഴിച്ചതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലിക്വിഡ് താണ്ട് ഇത്രയാണ് കേട്ടോ. പിന്നീട് അധികം താമസിക്കാതെ തന്നെ 3ാമത്തെ ഒഴിച്ചു, 4ാമത്തെ ഒഴിച്ചു, 5ാമത്തെ ഒഴിച്ചു, 6ാമത്തെ ഒഴിച്ചു, 7ാമത്തെ ഒഴിച്ചു, 8ാമത്തെ ഒഴിച്ചു, 9ാമത്തെ ഒഴിച്ചു, 10ാമത്തെ ഒഴിച്ചു. പിന്നീട് ഇരിക്കാനായിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടും വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂട്ടർ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലങ്ങിരുന്നു. നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ ഒരു ബബിൾക്കം കഴിക്കുമ്പം കുറച്ച് സമയം കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ മധുരം അങ്ങ് പോകാറുണ്ട്. അപ്പം പിന്നെ ഈ ഒരു ബോട്ടിൽ ഫുള്ള് ബബിൾക്കത്തിനകത്ത് മധുരം കിട്ടാനായിട്ട് എത്രത്തോളം ലിക്വിഡാണ് ചേർത്തിരിക്കുന്നത് അറിയാൻ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ആഗ്രഹം കാണും. അതുപോലെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 10-30 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിൻ്റെയൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു പൊടിക്ക് പോലും ലിക്വിഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. തുടങ്ങിയപ്പോൾ തൊട്ടേ ഓരോ ബബിൾക്കും എണ്ണിയാണ് കേട്ടോ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ ഒരു 50 എണ്ണത്തിന് മേളിലായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, 50 എണ്ണത്തിന് മേളിലായിട്ട് പോലും ലിക്വിഡ് ആകെ ഇത്രേ ആയിട്ടേ ഉള്ളൂ. കവറെല്ലാം അങ്ങനെ പൊട്ടിച്ച് ഒരു സൈഡിലോട്ട് തന്നെ ഇട്ടു. റോഡിൽ കൂടി പോകുന്നവരൊക്കെ ഇനി വിചാരിക്കും ഇവിടെ വന്നിട്ട് ഇത്രയധികം ബബിൾക്കം കഴിച്ചത് ആരായിരിക്കുമെന്ന്. ഇപ്പം അങ്ങനെ ഏകദേശം ഒരു 100 എണ്ണമൊക്കെ ആയിട്ടുണ്ട്. ബബിൾക്കത്തിൻ്റെ അളവെന്നറിയാൻ വേണ്ടിയിട്ട് പുറത്തുണ്ടായിരുന്ന ആ ഒരു കവറും കൂടെ ഞാനിപ്പോൾ അങ്ങ് എടുത്ത് കളഞ്ഞു. 70% ബബിൾക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടി മാത്രമേ ഉള്ളേ. ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും ലിക്വിഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പം ചെറിയൊരു സംശയമുണ്ട്. ഇനി ഈ ബോട്ടിൽ കണ്ടില്ലേ ആകെ ഒരു 10-50 എണ്ണം കൂടെ കാണുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കും ഇതുപോലത്തെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇപ്പം സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മഴക്കാറെടുത്തിട്ടുണ്ട്. മഴ പെയ്യുന്നതിന് ഇപ്പുറം ഇത് ഫുള്ള് ഗ്ലാസ്സിനകത്താക്കണം. ഇതിൻ്റെ ലിക്വിഡ് മൊത്തം ഞാൻ ഈ ഗ്ലാസ്സിനകത്തോട്ടും ബബിൾക്കം മൊത്തം ഈ ഒരു ബോട്ടിലിന് അടപ്പിനകത്തോട്ടുമാണ് കേട്ടോ വെച്ചത്. 150 മുകളിൽ എടുത്തിട്ട് ഇതാ കണ്ടില്ലേ ഇത്ര ആയിട്ടുള്ളൂ ബബിൾക്കം. കവറിനകത്തായിരുന്നപ്പോൾ കുറേ ഉള്ള പോലെ തോന്നിയെങ്കിലും ഇപ്പം ഇതാ കണ്ടില്ലേ ഒന്നിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആകെ ഇത്രയേ ഉള്ളൂ. ഗായ്സ് അങ്ങനെ കുറേ പരിശ്രമത്തിന് ശേഷം അങ്ങനെ തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഒരെണ്ണം മാത്രമാണ്. ഈ ഒരു ബോട്ടിലിൽ അങ്ങനെ മൊത്തത്തിൽ 209 ബബിൾക്കങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അവസാനത്തെ 209ാമത്തെ ബബിൾക്കം നമ്മൾ എടുക്കാൻ പോവാണ്. ലാസ്റ്റിലത്തെ ബബിൾക്കത്തിൻ്റെ കവറും കൂടെ അങ്ങനെ കളഞ്ഞിട്ട് അതിൻ്റെ ലിക്വിഡും കൂടി ഇപ്പോൾ ഗ്ലാസ്സിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. 209 ബബിൾക്കം വരുന്ന ഒരു ബോട്ടിലിനകത്തൊന്ന് ലിക്വിഡ് എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയത് കണ്ടില്ലേ ആകെ ഇത്രയേ ഉള്ളൂ. ഒരു 1/4 ഗ്ലാസ് പോലും ഇല്ല. 10-20 മില്ലി അത്ര തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇത്രയുമേ ഉള്ളായിരുന്നെങ്കിൽ ഒരു അടപ്പ് തന്നെ ധാരാളമായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.